എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റദ്ദാക്കി. അതിൽ വ്യാപകമായ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ദോഹ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് റദ്ദാക്കിയത്. AK സ്റ്റെഫിൻ ഉണ്ട് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഇത് എപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന സർവീസ് ആയിരുന്നു? അരി കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ ഈ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയരേണ്ട വിമാനമാണ്. അതായത് 10:10 തിരുവനന്തപുരത്ത് നിന്ന് ദമാമിലേക്ക് പോകേണ്ട വിമാനമാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഒരു കടുത്ത പ്രതിഷേധത്തിലാണ് ഇപ്പോൾ ആളുകളൊക്കെ തന്നെ ഉള്ളത്. എയർ ഇന്ത്യയുടെ ഈ ഒരു കൗണ്ടറിന് മുന്നിൽ നമുക്ക് ഈ ആളുകളെയൊക്കെ തന്നെ കാണാം. നിസ്സഹായം നിൽക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും ഈ വിമാനത്താവളത്തിലേക്ക് ഇന്ന് യാത്രയ്ക്ക് വേണ്ടി എത്തുമ്പോഴാണ് ഇത്തരത്തിൽ പോകേണ്ട വിമാനം റദ്ദാക്കി എന്നുള്ള കാര്യം ഇവർ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നിരാശയിലാണ് ഇപ്പോൾ. എങ്ങനെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനാകുമെന്നുള്ളതാണ് ഇവരുടെ എല്ലാം മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പലർക്കും ജോലിക്ക് വേണ്ടിയൊക്കെ കയറേണ്ടവരാണ്. ഒരു കടുത്ത പ്രതിഷേധത്തിലാണ് ആളുകളൊക്കെ തന്നെ ഉള്ളത്. എങ്ങോട്ട് പോകാനുള്ള ബ്രദറാണ്. എങ്ങോട്ട് പോകാനായിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്? എവിടുന്നാ വരുന്നത്? ഞങ്ങള് നെടുമങ്ങാട്. ഇവിടെ എത്തിയപ്പോഴേക്കാണ് അറിയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു തോന്നുന്നത്. നേരത്തെ അറിഞ്ഞിട്ടില്ല? ഇല്ല, അറിഞ്ഞിട്ടില്ല. എന്താ ഇവരുടെ സംസാരിക്കുമ്പോൾ ഇവരെന്താ പറയുന്നത്? അവര് പറയുന്നത് 13-ാം തീയതി വരെ ഫ്ലൈറ്റ് ഇല്ല, അതിനുശേഷം തരാമെന്നാണ് അവര് പറയുന്നത്. അവർക്ക് ഉറപ്പില്ല. ഒരു 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് വന്നവരാണ് ഈ യാത്രക്കാരെല്ലാവരും. അപ്പൊ ഇവിടെ വന്ന് നമ്മൾ 6000 5000 ഒക്കെ ട്രാവലിംഗ് ചാർജ് കൊടുത്ത് ഇവിടെ വന്നപ്പം അവര് ആദ്യം എഴുതി കാണിച്ച് ഡിലേ ആണെന്ന് പറഞ്ഞു. ഒരു 45 മിനിറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവർ എഴുതി കാണിക്കുന്നത് ക്യാൻസൽഡ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റീഫണ്ടിന്റെ കാര്യവും നമ്മൾ അടുത്ത് പോകാനുള്ള സ്റ്റെപ്പ് എങ്ങനെയാണെന്നും ഒക്കെ തിരക്കിയപ്പം അവർ പറയുന്നത് അവർക്കൊരു സൊല്യൂഷൻ ഇല്ല പറയാൻ. അവർ പറയുന്നത് ഞങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഒന്നും അവർ വിട്ടുതന്ന് പറയുന്നില്ല. യാത്രക്കാരുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയാണ് ഇപ്പോൾ ഈ രീതിയിൽ വിമാനം റദ്ദാക്കുന്നത്. മറിച്ച് മറ്റൊരു സർവീസ് ഇന്ന് അവൈലബിൾ ആയിരിക്കുമോ അല്ലെങ്കിൽ നാളെ ഉണ്ടാകുമോ, ഈ പണം തിരിച്ചു കിട്ടുമോ, ബദൽ സംവിധാനം ഉണ്ടാകുമോ, അങ്ങനെ ഒരു തരത്തിലുള്ള അറിയിപ്പും നൽകാതെ തീർത്തും ഇരുട്ടിൽ നിർത്തിയാണ് ഇപ്പോൾ ഈ വിമാനങ്ങൾ ഇങ്ങനെ റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ തിരുവനന്തപുരം മാത്രമല്ല പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്.